ഞങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് ഇപ്പൊ. എന്ത് സർപ്രൈസ്? കണ്ണടിക്ക് ക്യാമറ ഉണ്ട്, ഞാൻ എടുക്കാം. ആ പിന്നെ നിങ്ങൾ വന്ന സർപ്രൈസ് ഒക്കെ എനിക്കറിയാം. എന്ത് സർപ്രൈസ് അല്ലേ? അങ്ങനെ അറിയാ? അതൊക്കെ എനിക്കറിയാം. എന്താ പറയാ പ്ലേ ബട്ടൺ അല്ലേ? അറിയാ. അപ്പൊ ഇങ്ങനത്തെ എന്നോട് ക്യാമറ എടുക്കാൻ പറഞ്ഞപ്പോ ഇങ്ങനെ മിണ്ടാണ്ടെന്ന്. എന്താണ് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ലല്ലോ. പക്ഷെ ഇങ്ങനെ ശരിയായില്ല. എന്താ? ഒന്നെങ്കിൽ ഇങ്ങനെ ആദ്യം മുന്നേ മോയന്താക്കാണെങ്കിൽ പറയണ്ടേ? ശരിയല്ലേ ഇവ? ആ സാധനങ്ങൾ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇപ്പൊ ഇത് ഹിബന്റെ ഒരു പേരില് വന്നൊരു സംഭവം. എന്താ പറയണ ഇപ്പ? കാണുന്നില്ല, ഞാൻ പൊളിക്കട്ടെ. ഇനി പൊളിച്ചൊന്നാ ഒന്ന് ഇറങ്ങി. ഇവിടുന്നാ പൊളിക്കുന്നത്. ഇവിടെ ഫുള്ള് കൊതുവാണ്. കൊതുവിനെ പോക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കി? ഈ കൊതുവിനെ ആദ്യം പോക്ക്. പൊളിച്ചോ പൊളിച്ചോ. നോട്ടെ നിങ്ങൾ വലിച്ച് കീറിക്കൂടി വാ. എന്താ പറ്റി? പൊളിക്കാൻ പറ്റുന്നില്ല എനിക്ക്. എല്ലാം ഈസിയാന്നാ വിചാരം. എല്ലാം ഇങ്ങനെ കൈമ കൊണ്ടു തരണം. ഓട്ടെ. അതിന്റെ നെയിം ഞാൻ ആദ്യം കാണിക്കാം. നെയിം കാണിച്ചെടുക്കാം. നമുക്കൊരു ലെറ്റർ ഒക്കെ യൂട്യൂബ് അയച്ചു നിൽക്കണില്ലേ? എന്താ ലെറ്റർ എഴുതിയ വട്ടം കൊണ്ട? ലെറ്റർ എഴുതി കാണിച്ചു കൊടുക്കട്ടം കൊണ്ട? കൺഗ്രാറ്റുലേഷൻസ്. അടുക്ക ഞാൻ വായിച്ചോട്ടെ. നിങ്ങൾ ആരും അറിയാണ്ട് പോയൊരു സംഭവം ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. എന്താ ഇപ്പൊ ഒരു വ്ളോഗ് എടുക്കുമ്പോ ഫുള്ള് വണ്ടി അങ്ങോട്ട് കൊണ്ട് പോകുന്നത്? ആർക്കറിയാം. പേര് കാണിച്ചെടുക്കട്ടെ. മൈ ഗോഡ്, ഹിബ ഫാത്തിമക്ക് സ്വന്തമായിട്ടൊരു പേരിൽ പ്ലേ ബട്ടൺ വന്നു. സ്വന്തമായിട്ടൊരു പ്ലേ ബട്ടനോ? നമുക്ക് പ്രചോദനമായിട്ട് ഇതൊക്കെ ഗോൾഡനും ഇതൊക്കെ പറയാൻ മനസ്സിലായില്ല. നിങ്ങൾ നിർത്തരുത്. അടുത്തതാ ഈ സാധനം വേഗം വാങ്ങണം. ഇവിടെ ഫാത്തിമ നോടത്തെ എനിക്ക് തരാ. ഞാൻ മിറർ കാണുന്നുണ്ട്. ഇപ്പൊ ഫാത്തിമ ആശ്രയിപ്പിക്കാൻ തയ്യില്ലാത്ത നമുക്ക് ഈ ഭാഷ വേറൊരു സാധനം ഉണ്ടല്ലോ ഇവിടെ. അതുണ്ട്. ഇപ്പൊ നോക്ക് ഗൈസ്, അഹങ്കാരം. സ്വന്തം പേരിൽ വെറും ഹിബ ഫാത്തിമ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം നമ്മളെ വീട്ടിലേക്ക് മൂന്നാമത്തെ പ്ലേ ബട്ടൺ. യെസ്. അപ്പൊ നമ്മളെ വീട്ടിലേക്ക് അങ്ങനെ നമ്മള് ആദ്യത്തെ പ്ലേ ബട്ടൺ കിട്ടാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടില്ലേ? അപ്പൊ കഷ്ടപ്പാടാണ് ഇതൊക്കെ. പിന്നല്ല, ഈ പ്ലേ ബട്ടൺ കിട്ടുമ്പോ നമുക്കൊരു പ്രത്യേക ഫീൽ. നമ്മള് വലിയ ജോബിലൊക്കെ നമ്മള് എന്താ പറയാ ഓരോ അച്ചീവ്മെന്റ് ഉണ്ടാവില്ല, അതേമാതിരി അല്ലേ? ഇനി അടുത്ത നമ്മളെ എന്താ പറയാ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? ഗോൾഡൻ. അത് ചിലപ്പോ ഒരു 1-2 കൊല്ലം എടുക്കായിരിക്കും. എന്നാലും കിട്ടിയാ മതില്ലേ? ചിലപ്പോ 3-5 കൊല്ലമൊക്കെ എടുക്കുകയായിരിക്കും. സപ്പോർട്ടുകൾ കൊണ്ട് മാത്രം. അതെ, എന്നാലും നമ്മൾ തളരില്ല. കിട്ടുന്നവരെ നമ്മൾ പോരാടും അല്ലേ? അപ്പൊ എന്താ പറയാ, നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാർ ഇനിയും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ വിചാരിക്കുന്നതല്ല ഓൾക്ക് എത്ര ചാനൽ ഉണ്ട്, ആരും അറിയാത്ത എത്ര ചാനൽ ഉണ്ട് ഓൾക്ക്. അല്ലേ? പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അറിയണ്ടേ നിങ്ങള്? ഡ്രസ്സിന്റെ ബിസിനസ് തുടങ്ങിയതിനു ശേഷം ആളെ കിട്ടാനില്ല. ആള് ഫുള്ള് പർച്ചേസ് ഷൂട്ടും ഒക്കെ ആയിട്ട് ബിസി അല്ലേ? ഡ്രസ്സ് കാണിച്ചെടുക്കുന്നോട്ടെ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ പറയാ, നമ്മളിപ്പോ കുറെ കാലത്തിന് ശേഷമാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു സംഭവം നമുക്കൊരു പ്ലേ ബട്ടൺ കിട്ടിയപ്പോ ജസ്റ്റ് ഈ വീഡിയോ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ എന്താ പറയാ, ഇതുവരെ വന്ന സപ്പോർട്ടൊക്കെ നമ്മളെ വീഡിയോസിന് തരണം. നമ്മൾ കൂടുതൽ വ്ളോഗൊക്കെ വരും. ഇപ്പൊ പറയുമ്പോ നമ്മളിപ്പോ കൊറേ ആയ ഒരു വ്ളോഗ് ഒക്കെ എടുത്തിട്ട്. ഞാൻ പറഞ്ഞത് 1 മാസം കൂടുതലായെന്ന് പറയാം. 1 മാസം എല്ലാം തോന്നുന്നു. 3 months ഒക്കെ ആണല്ലോ ഒരു വ്ളോഗിന്റെ ഇത് കാണുന്നത്. 3 months ഒക്കെ നമ്മള് വ്ളോഗ് എടുത്തിട്ട്. അപ്പൊ ഈ ലെറ്റർ ഒക്കെ ഇങ്ങനെ എന്താക്കോ? ഇതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെക്കോ? പെട്ടിയും അങ്ങനെ. പക്ഷെ വലിയ ചെറുതായി കാണുന്നു. ഫസ്റ്റ് നല്ല വലിയ പ്ലേ ബട്ടൺ ആണ്. പക്ഷെ ഇനി ഇതിനും ചെറുതാക്കുമെന്ന് അറിയില്ല. വന്ന് നല്ല വലിപ്പുണ്ട്. നമ്മളെ അടുത്തുണ്ടല്ലേ? നമുക്ക് ഫസ്റ്റ് കിട്ടിയത് വലുതായിരുന്നു. ഫസ്റ്റ് കിട്ടിയ നല്ല വലുതായിരുന്നു. ഫസ്റ്റ് വേറൊരു ചാനലുണ്ട്, അതിന് കിട്ടിയ. പക്ഷെ ഇപ്പൊ ചെറുതാക്കി ഇങ്ങനെ കൊണ്ടുവരാം. അപ്പൊ അത്രേ ഉള്ളൂ. ബാക്കി ഷൂട്ടൊക്കെ ചെയ്യട്ടെ. അപ്പൊ നമ്മളെ സപ്പോർട്ട് എല്ലാവർക്കും താങ്ക് യു. ബൈ.